നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും. 2024 മെയ് 5 നടന്ന നീറ്റ് എക്സാമിൻ്റെ റാങ്കിന് അനുസരിച്ചുള്ള അലോട്ട്മെൻറ്റ് നടപടികളിലേക്ക് രാജ്യം കടക്കുന്നു. 1,10,000-ഓളം MBBS സീറ്റുകളും BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ അങ്ങനെ മെഡിക്കലിൻ്റെ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള വിവിധ പ്രോഗ്രാമുകളുടെ അലോട്ട്മെൻറ്റ് നടപടികളാണ് ഇനി വരുന്ന മാസങ്ങളിൽ നടക്കുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസങ്ങളിലായിട്ടായിരിക്കും MBBSൻ്റെയും BDSൻ്റെയും അലോട്ട്മെൻറ്റ് നടപടികൾ നടക്കുന്നത്. ആദ്യമായി നമുക്കറിയാം, ഓൾ ഇന്ത്യ കോട്ട. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS അല്ലെങ്കിൽ BDS പ്രവേശന സാധ്യതകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആണ് ആദ്യം നടക്കുന്നത്. ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് നടപടികളും BSc നേഴ്സിംഗിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ അലോട്ട്മെൻറ്റ് നടപടികളുമൊക്കെ ആരംഭിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, CUET 2024 റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ റാങ്കിനനുസരിച്ച് അതിന് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വെബ്സൈറ്റുകൾ വഴി അപേക്ഷിക്കേണ്ട സമയവും അടുത്ത് എത്തുകയാണ്. ICAR, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അങ്ങനെ വിവിധ വെബ്സൈറ്റുകൾ വഴി അപ്ലൈ ചെയ്ത് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും അവിടെ അലോട്ട്മെൻറ്റ് നടപടികൾ 2024-25 അധ്യയന വർഷത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുക. ഈ സമയത്ത് നമുക്കറിയാം, മെഡിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കുട്ടികളും രക്ഷിതാക്കളുമായി കടന്നുപോയ സമയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഈ വർഷം ഒരു ഗവൺമെൻറ് MBBS സീറ്റ് എന്ന നമ്മളുടെ സ്വപ്നം, നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം, ഏത് മാർക്ക് വരെയൊക്കെ പ്രതീക്ഷിക്കാം? ഓരോ കാറ്റഗറി അനുസരിച്ച് എന്തൊക്കെയായിരിക്കാം 2024 ഓൾ ഇന്ത്യ കോട്ടയിലും സ്റ്റേറ്റ് കോട്ടയിലുമൊക്കെയുള്ള സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി 2023 സംഭവിച്ചത് എന്താണ്? എത്ര മാർക്കിനാണ് അല്ലെങ്കിൽ എത്ര റാങ്കിനാണ് അലോട്ട്മെൻറ്റ് നടപടികൾ അവസാനിച്ചത് എന്ന് നോക്കിയിട്ട് ഈ വർഷത്തെ സാധ്യതകളിലേക്ക് തിരികെ വെത്താം. ആദ്യമായി ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് 2023 ലാസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ ചർച്ച ചെയ്തതാണ്. എങ്കിലും ഒരിക്കൽ കൂടി, കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ആകെ 349 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റുകൾ, 8100-ഓളം MBBS സീറ്റുകളാണ് നിലവിലുണ്ടായിരുന്നത്. അതിൽ ആദ്യ അലോട്ട്മെൻറ്റിൽ തന്നെ 19,396 റാങ്കിനാണ് ഫസ്റ്റ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് അവസാനിച്ചത് MBBSൻ്റെ. എന്നുവെച്ചാൽ ഇന്ത്യയിലെ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ് കോട്ടയിൽ കിട്ടുമായിരുന്ന, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഒരു ഗവൺമെൻറ് MBBS സീറ്റിനായിട്ട് ഫുൾ ഓപ്ഷൻ കൊടുത്തപ്പോൾ പോലും ഏതാണ്ട് 19,396 സീറ്റുകൾക്ക് വരെ അലോട്ടഡ് ആയി. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് എത്തിയപ്പോഴേക്കും 22,104 ഓൾ ഇന്ത്യ റാങ്കും, മൂന്നാം ഘട്ടത്തിൽ 22,663, നാലാം ഘട്ടത്തിൽ 23,562 ജനറൽ വിഭാഗത്തിന് ഓപ്പൺ കോട്ടയിൽ നാലാമത്തെ റൗണ്ടിൽ സ്ട്രേ വേക്കൻസിയിൽ ഓൾ ഇന്ത്യ MBBS സീറ്റ് അവസാനിച്ചു. അതിനുശേഷം 2 സ്പെഷ്യൽ സ്ട്രേ അലോട്ട്മെൻറ്റിലൂടെ ഏതാണ്ട് 24,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചത്. EWS വിഭാഗത്തിന് 25,000 വരെ ലഭിച്ചപ്പോൾ OBC വിഭാഗത്തിന് ഏതാണ്ട് 24,000 വരെ തന്നെ ലഭിച്ചിട്ടുള്ളൂ. SC വിഭാഗത്തിന് 1,28,000 വരെയും ST വിഭാഗത്തിന് 1,68,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുമാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഓൾ ഇന്ത്യ കോട്ട വഴി ഒരു പ്രവേശനം സാധിച്ചത്. ഇനി കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അതിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ച് നടന്ന 4 ഘട്ട അലോട്ട്മെൻറ്റുകളിൽ മൂന്നാം ഘട്ടത്തിൽ എത്ര റാങ്ക് വരെ ലഭിച്ചു എന്നുള്ളത് നോക്കാം. കേരള മെഡിക്കൽ റാങ്ക്: ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജനറൽ വിഭാഗത്തിന് 837, എറണാകുളം മെഡിക്കൽ കോളേജിൽ 864, കോഴിക്കോട് 265 കേരള മെഡിക്കൽ റാങ്ക്, കൊല്ലത്ത് 800, പരിയാരത്ത് 862, അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ 569, മഞ്ചേരിയിൽ 833, പാലക്കാട് 849, അതുപോലെ തന്നെ തൃശ്ശൂർ 619, തിരുവനന്തപുരം 380 എന്നീ കേരള മെഡിക്കൽ റാങ്കിനാണ് കഴിഞ്ഞ വർഷം ജനറൽ വിഭാഗത്തിന് സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിൽ പ്രത്യേകിച്ച് യാതൊരുവിധ റിസർവേഷനും പരിഗണിക്കാതെ വന്നപ്പോൾ ഏതാണ്ട് 864 വരെ കേരള മെഡിക്കൽ റാങ്കിന് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ലഭ്യമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് EWS റിസർവേഷൻ എത്തിയപ്പോഴേക്കും ഏതാണ്ട് 3,330 വരെയും, ഈഴവ റിസർവേഷൻ എത്തിയപ്പോഴേക്കും 1,822 വരെയും, മുസ്ലിം റിസർവേഷൻ എത്തിയപ്പോഴേക്കും 1,305 വരെയും, ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിന് 2,871 റാങ്ക് വരെയും, ലാറ്റിൻ കാത്തലിക്സ് വിഭാഗം എത്തിയപ്പോഴേക്കും 4,698 വരെയും,
അതുപോലെ ധീവര വിഭാഗം എത്തിയപ്പോഴേക്കും 6519 വരെയും വിശ്വകർമ്മ വിഭാഗം എത്തിയപ്പോഴേക്കും 2154 വരെയും ബാക്കിയുടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ 3331 വിഭാഗം വരെയും KU വിഭാഗത്തിൽ ഏതാണ്ട് 14,000 വരെയും KN വിഭാഗത്തിൽ 9,000 വരെയും SC വിഭാഗത്തിൽ 13,377 വരെയും ST വിഭാഗത്തിൽ ഏതാണ്ട് 21,000 വരെയാണ് 21,000 വരെയാണ് കേരള മെഡിക്കൽ റാങ്കിനനുസരിച്ച് വിവിധ കാറ്റഗറികളിൽ അലോട്ട്മെൻറ്റ് നടന്നത്. അങ്ങനെയാണെങ്കിൽ 2024 സാധ്യതകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? 2024 നോക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ള ശുഭസൂചനകൾ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഏതാണ്ട് 35ഓളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്ക് പുതിയതായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങളിൽ നിന്നും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ രാജ്യമൊട്ടുക്കും ഏതാണ്ട് 4000ഓളം MBBS സീറ്റുകൾ വിവിധ സംസ്ഥാനങ്ങളുടെ കോട്ട ഉൾപ്പെടെയുള്ളത് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ ആനുപാതിക ക്രമം നമുക്ക് തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ തലത്തിലും പ്രതിഫലിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് വിശ്വസിക്കാമെങ്കിൽ ഏതാണ്ട് 500 സീറ്റുകളോളം നമുക്ക് ന്യായമായും പുതിയ മെഡിക്കൽ കോളേജ് വരുന്നത് കൊണ്ട് തന്നെ ഓൾ ഇന്ത്യയിൽ സീറ്റ് വർധനവുണ്ടാകും. കൂടാതെ ഈ 350 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ESI മെഡിക്കൽ കോളേജുകളുമായിട്ട് നിലവിലുള്ള സീറ്റുകളിൽ വന്നിരിക്കുന്ന വർധനവിനനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കായാലും അലോട്ട്മെൻറ്റ് നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ മുൻ വർഷത്തിൽ നിന്നും ഉയർന്ന റാങ്കിന് തന്നെ ഏകദേശം 25,000 കടന്നുപോലും ഈ വർഷം വേണമെങ്കിൽ ഓൾ ഇന്ത്യ MBBS സീറ്റ് പ്രവേശനം ലഭ്യമാകുമെന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2023 വരെയുള്ള കാലഘട്ടം നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണം മുൻ വർഷങ്ങളെക്കാളും ഉയർന്നാണ് നിൽക്കുന്നതെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ കട്ട് ഓഫ് നിരക്ക് കുറയാനുള്ള യാതൊരുവിധ സാധ്യതകളെയും നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നില്ല. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലുള്ള കുട്ടികളുടെ എണ്ണമാണ് നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്നത്. കേരളത്തിലുള്ള മൊത്തം കുട്ടികളുടെ ഒരു വിജയം പരിശോധിച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്കറിയാം ഏതാണ്ട് ടോപ്പ് വരുമ്പോഴേക്കും 8% ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ കുട്ടികളുണ്ട്. അതിൽ പിന്നീട് നമുക്ക് മാർക്ക് 650 റേഞ്ചിലോട്ടൊക്കെ വരുമ്പോഴേക്കും 7.5 അല്ലെങ്കിൽ 7.6 ഒക്കെ ആയിരിക്കാം ബ്രില്യൻറ്റിലെ കുട്ടികളുടെ ഒരു അനുപാതക്രമമെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. ഓൾ ഇന്ത്യ ലെവലിൽ നമുക്കറിയാം ബ്രില്യൻറ്റിൻ്റെ വിജയം അല്ലെങ്കിൽ മലയാളികളുടെ വിജയം രാജ്യമെമ്പാടും ചർച്ചയാകുന്ന ഈ വേളയിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ഞാൻ ഇപ്പോൾ പ്രതിപാദിക്കുന്നില്ല. എന്തു തന്നെയാണെങ്കിലും ബ്രില്യൻറ്റിലെ കുട്ടികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 720 മേടിച്ച ശ്രീനാഥ് ശർമ്മയിൽ നമുക്കുണ്ട്. അതിനുശേഷം 715 കിട്ടിയ 5 കുട്ടികളാണുള്ളത്. അവരുടെ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 82 ഓൾ ഇന്ത്യ റാങ്ക്. അതായത് 710 എത്തുമ്പോഴേക്കും 16 കുട്ടികളാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലുള്ളത്. ഈ ടോപ്പ് മാർക്കിനനുസരിച്ചുള്ള ബ്രില്യൻറ്റിലെ കുട്ടികളുടെ ഈ റാങ്കിങ് നിലവാരം നമുക്ക് ഒരു കാര്യം നമുക്ക് കാണിച്ചു തന്നു. കഴിഞ്ഞ ദിവസത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും IIT മദ്രാസിൻ്റെയും ഒക്കെ കണക്കനുസരിച്ച് ഏതാണ്ട് 1% ബ്രില്യൻറ്റിന് വെളിയിലുള്ള കേരളത്തിലെ കുട്ടികൾ. കേരളത്തിലുള്ള ബാക്കിയുള്ള എല്ലാ സെൻറ്ററുകളിലും കൂടെ കൂട്ടി 1% കുട്ടികളാണ് വെളിയിലുള്ളത്. ബാക്കി മുഴുവൻ കുട്ടികളും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എന്നാൽ ഇതിൽ 650 റേഞ്ചിലോട്ട് വരുമ്പോഴേക്കും 2% കുട്ടികൾ ബാക്കി എല്ലാ സെൻറ്ററിലുമായിട്ടുണ്ടാകും. ബാക്കി മുഴുവൻ കുട്ടികളും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാകും. ആ ഒരു കണക്കിലാണ് നമ്മൾ ഏകദേശം ഗവൺമെൻറ് സീറ്റുകളെക്കുറിച്ച് നമുക്ക് അനുമാനിക്കേണ്ടത്. അങ്ങനെ 715 എത്തുമ്പോഴേക്കും 5 കുട്ടികളും 710 എത്തുമ്പോൾ 16 കുട്ടികളും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലുണ്ട്. അതായത് കേരള മെഡിക്കൽ റാങ്കിങ്ങിൽ ഇപ്പോഴുള്ള കുട്ടികളുടെ ഓൾ ഇന്ത്യ റാങ്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 9 റാങ്കുകളും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ തന്നെയാണ്. ആദ്യത്തെ 20 റാങ്കിൽ ഏതാണ്ട് 18 റാങ്കുകളും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ കുട്ടികൾക്ക് തന്നെയാണ്. 705 എത്തുമ്പോഴേക്കും 41 കുട്ടികളാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലുള്ളത്. ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 851 ആയിരിക്കും. അതായത് കേരളത്തിലെ ഒന്നാമത്തെ കോളേജായിട്ടുള്ള കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ ഈ കുട്ടികൾക്കെല്ലാം തന്നെ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ വഴി കിട്ടും. അവരുടെ ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണെങ്കിലും അവർക്ക് ഓൾ ഇന്ത്യ റാങ്ക് ഉപയോഗിച്ച് കിട്ടുമെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. 700 മാർക്കിലേക്ക് എത്തുമ്പോഴേക്കും ഏതാണ്ട് 103 കുട്ടികളാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലുള്ളത്. 1636 ഓൾ ഇന്ത്യ റാങ്ക് വരികയും ചെയ്യുന്നത്. അതായത് ആദ്യത്തെ കേരള മെഡിക്കൽ 100-നകത്ത് ഏതാണ്ട് 90 കുട്ടികളും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലുണ്ട്. 695 മാർക്കുകളിൽ എത്തുമ്പോഴേക്കും 192 വിദ്യാർത്ഥികളാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലുള്ളത്. അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 2666 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എത്തുമ്പോഴേക്കും നമുക്കറിയാം ഏതാണ്ട് 10-15 കുട്ടികളായിരിക്കാം ബ്രില്യൻറ്റിന് വെളിയിലുള്ളത്. അപ്പം നമുക്ക് ന്യായമായിട്ടും
എത്രയാണ് കേരള മെഡിക്കൽ റാങ്ക് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അനുമാനിക്കാൻ സാധിക്കും. 690 എത്തുമ്പോഴേക്കും 297 വിദ്യാർത്ഥികൾ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിലുണ്ട്. 3971 ഓൾ ഇന്ത്യ റാങ്ക്. 685 എത്തുമ്പോഴേക്കും 438 കുട്ടികൾ നമുക്കുണ്ട്. 680 എത്തുമ്പോഴേക്കും 621 വിദ്യാർത്ഥികളുണ്ട്. 675 എത്തുമ്പോഴേക്കും 824 വിദ്യാർത്ഥികളുണ്ട്. അപ്പം നാം തൊട്ടു മുമ്പ് കണ്ട കേരള മെഡിക്കലിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് 864 റാങ്കാണെന്ന് കണ്ടു. അതിന് മുൻ വർഷങ്ങളിലെല്ലാം ഏതാണ്ട് 800-നും 800-നും 900-നും ഇടയ്ക്കാണ് കേരള മെഡിക്കൽ റാങ്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ 677 ആയിരിക്കും ഇത് സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയ്ക്ക് കേരളത്തിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാനുള്ള കട്ട് ഓഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 677-ന് ഓൾ ഇന്ത്യ റാങ്ക് 10,000 വരെയുള്ള കുട്ടികൾക്ക് കേരള മെഡിക്കൽ റാങ്ക് അനുസരിച്ച് തന്നെ കേരളത്തിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് റിസർവേഷൻ നോക്കാതെ തന്നെ ലഭിക്കും. 670 എത്തുമ്പോഴേക്കും ഏതാണ്ട് 1044 വിദ്യാർത്ഥികളാണ് ബ്രില്യൻറ്റിലുള്ളത്. 13,000 അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കൊക്കെ കേരളത്തിൽ സേഫായിട്ട് ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുന്നത് 1300 കേരള മെഡിക്കൽ റാങ്കാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം. അത് കഴിഞ്ഞ വർഷം 1800 വരെ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷം 1600 വരെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നത് 670 1044 നമുക്ക് കാണാനായിട്ട് സാധിക്കും. 665 എത്തുമ്പോഴേക്കും ഏതാണ്ട് 1262 കുട്ടികൾ ബ്രില്യൻറ്റിലുണ്ട്. 16,000 ഓൾ ഇന്ത്യ റാങ്ക്. 660 എത്തുമ്പോഴേക്കും ഏതാണ്ട് 1527 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അതായത് ഈഴവ റിസർവേഷനൊക്കെ വരുമ്പോഴേക്കും കേരളത്തിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുന്ന ഒരു പൊസിഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ 668 മാർക്ക് അല്ലെങ്കിൽ 667 മാർക്ക് അല്ലെങ്കിൽ 660 വരെയൊക്കെ ഈഴവ റിസർവേഷൻ അനുസരിച്ച് കേരളത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും നമുക്ക് 19,685 ഓൾ ഇന്ത്യ റാങ്ക് ആയിട്ടുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കഴിഞ്ഞ വർഷം പോയിരിക്കുന്ന ഓൾ ഇന്ത്യ MBBSൻ്റെ കണക്കാണ് 19,685. ഏതാണ്ട് 655 എത്തുമ്പോഴേക്കും 1774 വിദ്യാർത്ഥികളാണ് ബ്രില്യൻറ്റിലുള്ളത്. ഓൾ ഇന്ത്യ റാങ്ക് 23,445. കഴിഞ്ഞ വർഷം മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയ ഒരു റാങ്ക് എന്ന് നമുക്ക് പറയുന്നത് ഈ 655 മാർക്കാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്നാണ് നമുക്ക് കൂടുതലുള്ള സാധ്യതകൾ, എത്രത്തോളം സീറ്റുകളുടെ സാധ്യത കൂടുതലാണ്. അപ്പം ഏതാണ്ട് 655 മാർക്ക് വരെയുള്ളവർക്ക് ഈ വർഷം മാർക്ക് കൂടുന്ന സാഹചര്യങ്ങൾ കൂടി നോക്കുമ്പോൾ 100% നമുക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും, അതായത് സദേൺ സ്റ്റേറ്റിൽ തന്നെ കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, തെലുങ്കാന, നമ്മളുടെ ഈ അടുത്തുള്ള സ്റ്റേറ്റുകളിൽ തന്നെ മലയാളികളെല്ലാം ഓൾ ഇന്ത്യ കോട്ട വഴി സ്ഥിരമായിട്ട് പ്രവേശനം നേടുന്നിടത്ത് തന്നെ ഉറപ്പായിട്ടും MBBS സീറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു കട്ട് ഓഫാണ് 655 മാർക്ക്. ബ്രില്യൻറ്റിലുള്ള കുട്ടികളുടെ എണ്ണം 1774, അത് 23,445 നമുക്ക് കാണാൻ സാധിക്കും. ഇനി വർധനവിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഡേറ്റ അനുസരിച്ച് ഈ വർധനവും നിലവിലുള്ള സീറ്റുകളുടെ വർധനവും കൂടി വരുമ്പോഴേക്കും നമ്മൾ ഏതാണ്ട് 25,000-അടുത്താണ് ഈ വർഷം ഓൾ ഇന്ത്യ റാങ്ക് പ്രവേശനം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 652 മാർക്ക് അല്ലെങ്കിൽ 653 മാർക്ക്, 652-ന്റെ മുഴുവൻ മാർക്കും വരില്ലായിരിക്കാം, പക്ഷേ 653 മാർക്ക് വരെയുള്ളവർക്കെല്ലാം തന്നെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS സീറ്റ് ലഭിക്കുന്ന സാഹചര്യമാണ് ഈ വർഷം എന്നുള്ളത് നമുക്ക് സാമാന്യ നിലക്കിൽ തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്നും ഒരു കാരണവശാലും പുറകോട്ട് പോകാനുള്ള യാതൊരു സാഹചര്യവും നിലവിൽ ഇല്ല. ഏതാണ്ട് 500ഓളം സീറ്റുകൾ കൂടുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ആനുപാതികമായിട്ട് വിവിധ സ്റ്റേറ്റുകളിലും സീറ്റുകൾ കൂടും. അപ്പോൾ പല കുട്ടികളും അതാത് സ്റ്റേറ്റുകളിൽ എടുക്കാൻ തന്നെയാണല്ലോ കേരളത്തിലുള്ളവർക്കും അത് തന്നെയാണ് താല്പര്യം. അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലും അതാത് സ്റ്റേറ്റ് കോട്ടകളിൽ എടുക്കാനാണ് താല്പര്യം കൂടുതൽ കാണിക്കുന്നത്. അത് കാരണം മുൻ വർഷങ്ങളിലേക്കായാലും ഏറ്റവും കുറഞ്ഞത് 2000 ഓൾ ഇന്ത്യ റാങ്കിനെങ്കിലും ഒരു വ്യത്യാസം തീർച്ചയായും ഓൾ ഇന്ത്യ ലെവലിൽ വരുമെന്നുള്ള മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരുമ്പോഴേക്കും സ്ട്രേ വേക്കൻസി വരെ പോകുന്നതിന് മുമ്പ് തന്നെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ 1500-നും 2000 റാങ്കിനും അടുത്ത് വരെ നമുക്ക് വ്യത്യാസം പ്രതീക്ഷിക്കാം. സ്ട്രേ വേക്കൻസികൾ നടക്കുമ്പോഴേക്കും 2000 റാങ്കിന് അടുത്ത് വരെ ഓൾ ഇന്ത്യ റാങ്കിൽ മുൻ വർഷത്തേക്കാൾ നിന്നും കൂടിയ റാങ്കിന് ഈ വർഷം ഗവൺമെൻറ് MBBS സീറ്റ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ സാധിക്കും. EWS റിസർവേഷനൊക്കെ എത്തുമ്പോഴേക്കും 27,000-അടുത്ത് വരെ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ഓൾ ഇന്ത്യ തലത്തിൽ ലഭിക്കാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. ഇനി നമുക്ക് കേരളത്തിലെ EWS റിസർവേഷൻ അനുസരിച്ച് കഴിഞ്ഞ തവണ 3330 കാറ്റഗറി റാങ്ക് 158-ാമത്തെ കുട്ടിക്ക് വരെ EWS റിസർവേഷൻ അനുസരിച്ച് ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഏതാണ്ട് 635 മാർക്ക് വരെയുള്ളവർക്കൊക്കെ
ആ കാറ്റഗറിയിൽ നമുക്ക് ന്യായമായിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഈ വർഷം EWS റിസർവേഷൻ്റെ കാറ്റഗറി റാങ്ക് വന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളെങ്കിൽ പോലും ഏതാണ്ട് 635 അടുത്ത് വരെയുള്ളവർക്ക് EWS അനുസരിച്ചും ഗവൺമെൻറ് സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ESI IP കോട്ട വഴി ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ജനറൽ വിഭാഗത്തിന് 60,000-ഉം OBC വിഭാഗത്തിന് 70,000-ഉം EWS വിഭാഗത്തിന് 80,000-ഉം ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം കിട്ടിയതെങ്കിൽ ഈ വർഷം ESI IP-യിലും സീറ്റുകൾ കൂടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ജനറൽ വിഭാഗത്തിന് യാതൊരുവിധ റിസർവേഷനും ലഭിക്കാത്ത വിഭാഗത്തിന് 615 മാർക്കിന് ESI IP വഴി ജനറൽ വിഭാഗത്തിനും ഏതാണ്ട് 605 മാർക്ക് വരെ OBC വിഭാഗത്തിനും 595 മാർക്ക് വരെയുള്ളവർക്ക് ഓൾ ഇന്ത്യ തലത്തിൽ EWS ESI IP സീറ്റുകൾക്കും MBBS സീറ്റ് ലഭിക്കാനുള്ള സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് വഴി ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS സീറ്റ് ലഭിക്കാനുള്ള സാഹചര്യം മുൻ വർഷത്തിൽ നിന്നും കുറഞ്ഞു പോകാനുള്ള സാഹചര്യം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയത് ആണ് എന്ന് നമുക്ക് ഒരു തരത്തിലും ചിന്തിക്കാനാവില്ല. കാരണം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS സീറ്റ് എല്ലാ വർഷവും ഏതാണ്ട് ഈ റാങ്കിങ്ങിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുൻ വർഷങ്ങളിൽ നിന്ന് ഏതാണ്ട് 2000 റാങ്കുകളും എല്ലാ വർഷവും കൂടിയിട്ടുണ്ട്. ഈ സീറ്റ് വർധനവിനനുസരിച്ച് തന്നെ ആനുപാതികമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ നിന്നും എത്രത്തോളം സീറ്റുകൾ 1500-നും 2000-നും ഇടയ്ക്ക് റാങ്കുകൾക്ക് ഉയർന്നു വരാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് കുറഞ്ഞു പോകും എന്നുള്ളതിന് യാതൊരു സാങ്കേതിക അടിസ്ഥാനവുമില്ല. നമുക്ക് കാണാം ആഗസ്റ്റ് 14-ാം തീയതി സീറ്റ് മെട്രിക്സ് നിലവിൽ വരുമ്പോൾ മുൻ വർഷങ്ങളിൽ നിന്നും എത്രത്തോളം സീറ്റുകൾ കൂടിയിട്ടുണ്ട്, എത്രത്തോളം പുതിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ മുൻ വർഷങ്ങളിൽ നിന്നും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എത്രത്തോളം ഉയർന്ന റാങ്കിന് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുള്ളതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS സീറ്റ് ലഭിക്കാനുള്ള റാങ്കിങ്ങിൽ യാതൊരുവിധ കുറവും വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.